നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മാർച്ച് മാസം 28 ശനിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഇന്നും അൾട്രാവയലറ്റ് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. 6 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പ് ഉള്ളത്. എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ചൂട് 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തുടർച്ചയായിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് സൂര്യതാപം, ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. അതിനാൽ തന്നെ പൊതുജനങ്ങൾ മതിയായിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിക്കേണ്ടതാണ്. പകൽ സമയം 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ് അൾട്രാവയലറ്റ് സൂചിക ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. ഈ സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ എന്നിവരും ചർമ്മ നേത്ര രോഗമുള്ളവരുമൊക്കെ തന്നെ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവയൊക്കെ ഉപയോഗിക്കാൻ മറക്കരുത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ SSLC +2 പഠനം പൂർത്തിയാക്കിയവർക്കും നിലവിൽ അവസാന വർഷ പരീക്ഷാഫലമൊക്കെ തന്നെ കാത്തിരിക്കുന്നവർക്കും ഇന്ത്യൻ നാവികസേനയുടെ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് 2026 ഇപ്പോൾ അപേക്ഷിക്കാം. ഏപ്രിൽ 6 വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അതോടൊപ്പം തന്നെ അപേക്ഷാ നടപടികൾക്കുമായിട്ട് നാവികസേനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇന്ധനവില വർധനവ് തടയാനായിട്ട് നിർണായക നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ. പെട്രോളിൻ്റെയും അതോടൊപ്പം തന്നെ ഡീസലിൻ്റെയും അധിക എക്സൈസ് തീരുവ കുറയ്ക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചു. പെട്രോളിൻ്റെ നികുതി 10 രൂപയാണ് കുറച്ചത്. ഇതോടെ അധിക തീരുവ 3 രൂപയായിട്ട് കുറഞ്ഞു. ഡീസലിൻ്റെ അധിക തീരുവ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതോടെ നിലവിൽ അത് 0ആണ്. അന്താരാഷ്ട്ര വിപണിയിലെ പ്രതിസന്ധി ചില്ലറ വിൽപ്പന വിലയെ ബാധിക്കാതിരിക്കാനാണ് ഈ നടപടിയെങ്കിലും നിലവിലെ വിൽപ്പന വിലയിൽ മാറ്റമുണ്ടാകില്ല. അതുപോലെ പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് സൗകര്യമുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ചാണ് മറ്റൊരു അറിയിപ്പ്. ഇവിടങ്ങളിൽ LPG സിലിണ്ടറുകൾക്ക് പകരമായിട്ട് PNGയിലേക്ക് മാറുന്നത് സർക്കാർ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം അറിയിപ്പ് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ ഉപഭോക്താക്കളൊക്കെ തന്നെ PNG കണക്ഷനിലേക്ക് മാറേണ്ടതാണ്. വീഴ്ച വരുത്തുന്ന ഉപഭോക്താക്കളുടെയൊക്കെ തന്നെ LPG വിതരണം നിർത്തലാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിൻ്റെ പ്രധാന പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി അത് നീണ്ടു നിൽക്കാനായിട്ട് സാധ്യതയുള്ളതിനാൽ തന്നെ ഇറക്കുമതി ചെയ്യുന്ന LPGയേക്കാൾ ആഭ്യന്തരമായിട്ട് വിതരണം ചെയ്യാവുന്ന PNGക്ക് മുൻഗണന നൽകാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. രാജ്യത്തുടനീളം പ്രകൃതിവാതക പൈപ്പ് ലൈൻ ശൃംഖല യുദ്ധകാലാടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്നതാണ്. പൈപ്പ് ലൈനുകളൊക്കെ തന്നെ സ്ഥാപിക്കുന്നതിന് വിവിധ അതോറിറ്റികളിൽ നിന്നുള്ള അനുമതികളോ ഉയർന്ന ഫീസുകളോ ഇനി തടസ്സമാകില്ല. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്കോ ഹൗസിംഗ് സൊസൈറ്റികൾക്കോ പൈപ്പ് ലൈൻ പ്രവർത്തികളൊക്കെ തന്നെ തടയാനായിട്ട് കഴിയില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഗ്രാമീണ മേഖലകളിലും പൈപ്പ് ലൈൻ എത്താനായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിലുമൊക്കെ തന്നെ LPG സിലിണ്ടറുകളൊക്കെ തുടർന്നും ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു പ്രധാന അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിലെ 28 ദിവസത്തെ റീചാർജ് പ്ലാനുകൾ അത് ഉപഭോക്താക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും അതോടൊപ്പം തന്നെ അസൗകര്യങ്ങളുമൊക്കെ തന്നെ ഉണ്ടാക്കുന്നുവെന്നുള്ള പരാതികൾ വ്യാപകമായതോടെ 30 ദിവസത്തെ വാലിഡിറ്റിയുള്ള പ്ലാനുകൾ അത് നിർബന്ധമായിട്ടും അവതരിപ്പിക്കാനായിട്ട് ടെലികോം മന്ത്രാലയം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാർലമെൻറ്റിൽ താൻ ഉന്നയിച്ച ഈ ആവശ്യം ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. സമാനമായ രീതിയിൽ ആം ആദ്മി പാർട്ടി MP രാഘവ് ചൗധരിയും 28 ദിവസത്തെ ബില്ലിംഗ് സൈക്കിൾ ഉപഭോക്താക്കളെ വർഷത്തിൽ കൂടുതൽ തവണ റീചാർജ് ചെയ്യാനായിട്ട് നിർബന്ധരാക്കുന്നുവെന്നും ഇത് ഒഴിവാക്കണമെന്നും ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൻ്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ 30 ദിവസത്തെ വാലിഡിറ്റി പ്ലാനുകൾക്ക് മുൻഗണന നൽകാനായിട്ട് ടെലികോം ദാതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2025 ഡിസംബർ 17 ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം സഹമന്ത്രി ഡോക്ടർ പെമ്മസാനി ചന്ദ്രശേഖറും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഈ പുതിയ പ്ലാനുകളുടെ നിരക്ക് എത്രയായിരിക്കുമെന്ന് ടെലികോം കമ്പനികളായിരിക്കും ഭാവിയിൽ തീരുമാനമെടുക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട്
ഡിജി ലോക്കർ മുഖേന ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുകയാണ്. മൈഗവ് ഹെൽപ്പ് ഡെസ്ക് ചാറ്റ് ബോട്ട് വഴിയാണ് ഈ ഒരു സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. UIDAI പോർട്ടലിലെ തിരക്കോ ക്യാപ്ചർ കോഡുകളുടെ നൂലാമാലകളോ ഇല്ലാതെ തന്നെ 24 മണിക്കൂറും ഈ സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ആധാർ കാർഡ് ലഭിക്കുന്നതിനായിട്ട് ആദ്യം തന്നെ 9013151515 എന്ന മൊബൈൽ നമ്പർ സേവ് ചെയ്യുകയാണ് വേണ്ടത്. വാട്സാപ്പ് തുറന്ന് ഈ നമ്പറിലേക്ക് ഒരു ഹായ് അല്ലെങ്കിൽ നമസ്തേ എന്ന സന്ദേശം അയയ്ക്കുക. ചാറ്റ് ബോട്ട് നൽകുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഡിജി ലോക്കർ സർവീസ് എന്നത് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചാറ്റ് ബോട്ട് ചോദിക്കുമ്പോൾ യെസ് എന്ന് നൽകുക. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഡിജി ലോക്കർ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഡിജി ലോക്കർ ആപ്പ് വഴിയോ വളരെ ലളിതമായി തന്നെ പുതിയ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ വിതരണം അത് ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അടുത്ത ആഴ്ചയോടെ ഈ പെൻഷൻ വിതരണം പൂർണ്ണതോതിൽ ആരംഭിക്കുമെന്നും 2000 രൂപയുടെ 2 ഗഡുക്കളായിട്ട് ആകെ 4000 രൂപയോളമാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നതെന്നുമാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ലഭ്യമായിരിക്കുന്ന അറിയിപ്പ്. വരാനിരിക്കുന്ന വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ തന്നെ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിലെ വിഹിതം അതുകൂടി നേരത്തെ വിതരണം ചെയ്യാനായിട്ട് സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് 4000 രൂപ ഒന്നിച്ച് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും നേരിട്ട് കൈകളിലുമൊക്കെ തന്നെ ഈ സഹായം ലഭ്യമാകുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങളുടെയൊക്കെ തന്നെ നിശ്ചിത വിഹിതത്തിന്റെ വിതരണവും ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 5 ഗഡുക്കളുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ 6 ഗഡുക്കളാണ് ഈ ഘട്ടത്തിൽ വിതരണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 5 ഗഡുക്കളിലായിട്ട് ഏകദേശം 8000 രൂപയോളവും തുടർന്ന് അടുത്ത ആഴ്ചയോടെ തന്നെ ശേഷിക്കുന്ന ഒരു ഗഡുവായിട്ടുള്ള 1600 രൂപയും കൂടി വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ആനുകൂല്യങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കളുടെ മൊബൈൽ നമ്പറിലേക്ക് അറിയിപ്പ് സന്ദേശങ്ങളൊക്കെ തന്നെ എത്തുന്നതാണ്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഫോണിലൊക്കെ മെസ്സേജ് ലഭിക്കാത്തവർ അക്കൗണ്ട് ബാലൻസ് കൃത്യമായിട്ട് പരിശോധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 4000 രൂപയുടെ വർധനവ് അക്കൗണ്ടിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് മുൻകൂട്ടി ഒന്ന് പരിശോധിക്കുന്നത് തുക കൃത്യമായിട്ട് ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങളെ സഹായിക്കും. ഈ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് സപ്ലൈകോ വഴി ആകർഷകമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഇതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയുള്ള മാർച്ച് മാസത്തെ വിതരണവും സജീവമായി തന്നെ തുടരുന്നുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് അത് സപ്ലൈകോ വഴി ലഭിക്കുന്ന വിഷു കിറ്റിനെ സംബന്ധിച്ചുള്ള അറിയിപ്പാണ്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം ചെറുപയർ, വൻപയർ, കടല, ശർക്കരപ്പൊടി എന്നിവയും ശബരിയുടെ പായസ മിക്സ്, പായസക്കൂട്ട്, നെയ്യ്, ജീരകം, കടുക്, പുട്ടുപൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ചായപ്പൊടി എന്നിങ്ങനെ 16 ഇനങ്ങൾ അടങ്ങിയതാണ് ഈ ഒരു കിറ്റ്. ഏകദേശം 1250 രൂപ വില വരുന്ന ഈ കിറ്റ് എല്ലാ കാർഡ് ഉടമകൾക്കും 1001 രൂപയ്ക്ക് ഏപ്രിൽ 1-ാം തീയതി മുതൽ സപ്ലൈകോ വഴി ലഭ്യമാകുന്നതാണ്. കൂടാതെ സപ്ലൈകോയിൽ നിന്നും 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്കായിട്ട് വിഷു കൈനീട്ടം എന്ന പേരിൽ സവിശേഷമായിട്ടുള്ള ഒരു കൂപ്പൺ പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന 101 രൂപയുടെ ഇളവ് ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ, മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ പമ്പുകളും ഒക്കെ തന്നെ ഒഴികെ ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് റിഡീം ചെയ്യാൻ സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. വെള്ളിയാഴ്ച മാർച്ച് 27-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 15 രൂപ കൂടി 13,265 രൂപയും പവന് 120 രൂപ കൂടി 1,06,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരെയും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.